ഹായ് ഹലോ. ഞാൻ ഇന്നുണ്ടല്ലോ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഉച്ചയൂണിന് എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ള അതിന്റെ റെസിപ്പീസൊക്കെ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. എനിക്ക് ഇന്നലെ കുറച്ച് മീൻ കിട്ടിട്ടോ. ഞങ്ങൾ വാങ്ങിയതല്ല, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന് തന്നാട്ടോ. അപ്പൊ എനിക്ക് ഇതിന്റെ പേര് അറിയത്തില്ല എന്ത് മീനാന്ന്. അപ്പൊ എന്നോട് അരുൺ പറഞ്ഞത്, എനിക്ക് ഏറ്റവും പറഞ്ഞത് ഇത് ആവോലിയാന്നാണ്. എനിക്ക് അറിയത്തില്ല കേട്ടോ ഇത് ശരിക്കും ആവോലിയാണോ എന്ന്. എനിക്ക് കൊണ്ടുവന്ന ഫ്രണ്ട് പറഞ്ഞു ഇത് കറി വെച്ചാൽ നല്ലതായിരിക്കത്തില്ല, വറുത്താലാണ് നല്ലതെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കറിയും വെക്കാം, ബാക്കിയുള്ളത് വറുക്കാന്ന് വിചാരിച്ചത്ര എളുപ്പമായിരുന്നല്ലോ കേട്ടോ ഈ മീൻ നന്നാക്കാൻ. ഞാൻ പക്ഷെ വലിയ മീനൊക്കെ ഈസി ആയിട്ട് നന്നാക്കുന്ന, ഇതിന്റെ സ്കിന്ന് എന്താ പറയുക, തൊലി പൊളിച്ചെടുക്കാൻ നോക്കിയിട്ട് വന്നില്ല. ഞാനും മീനോട് ലാസ്റ്റ് ഒരു മൽപ്പിടത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തേ. അത് ഞാൻ ആലോചിച്ച് നമുക്ക് തലയിലേയും കൂടി ആ സ്കിൻ അങ്ങ് റിമൂവ് ചെയ്ത് നമുക്ക് കറി ഒഴിക്കാൻ തലയും കൂടി എടുക്കാന്ന് വിചാരിച്ച്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും തലേന്ന് ആ സ്കിൻ അങ്ങ് പോരുന്നില്ല. ഞാൻ ലാസ്റ്റ് വിട്ട്, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നുള്ള, തല എടുക്കണ്ടെന്നുള്ള രീതിയിൽ പിന്നെ ബാക്കിയെല്ലാം ഞാൻ നന്നാക്കി എടുത്തേ. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തെ എനിക്ക് മീൻ വെട്ടാനൊന്നും അറിയത്തില്ലായിരുന്നേ. കുക്കിങ്ങിന്റെ കാര്യമാണെങ്കിലും ഇപ്പം ഞാൻ ഒരിടത്ത് പെട്ടുപോവുക, അല്ലെങ്കിൽ എനിക്കൊരു സ്ഥലത്ത് ജോലിക്ക് പോയി വേറെ സ്ഥലത്ത് നിൽക്കേണ്ട വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ എനിക്ക് ജീവിച്ച് പോകാൻ അറിയേണ്ട കുക്കിംഗ്, അങ്ങനെയുള്ള അത്രയും കുക്കിംഗ് എനിക്ക് അറിയത്തുള്ളായിരുന്നു. എനിക്ക് ഒരുപാട് സാധനമൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് അവിടെ പോയപ്പോഴും എനിക്ക് മീൻ നന്നാക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് അരുണിൻ്റെ അമ്മ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അമ്മ തന്നെയായിരുന്നു കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ അത് ഞാൻ സീഷെൽസിൽ ഒരു 3 മാസം കഴിഞ്ഞ് സീഷെൽസിലോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ശരി ഒരു മീൻ വാങ്ങിയിട്ടോ. ഞാൻ വെറുതെ ഇരിക്കുക, എനിക്ക് ജോലി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു മീനൊക്കെ വാങ്ങിയിട്ടോ, ഞാൻ ഉണ്ടാക്കാനൊക്കെ നോക്കാം, കട്ട് ചെയ്യാനൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ ഒരു ചെറിയ മീൻ പോലും കട്ട് ചെയ്തിട്ടില്ല. വാങ്ങിച്ചുകൊണ്ട് വന്നത് വലിയ ട്യൂണ എന്ന് പറഞ്ഞാൽ വലുതെന്ന് പറഞ്ഞാൽ എത്ര, ഒരു 5-6 കിലോ ഉള്ളത്. ഇവിടെ മീൻ ഭയങ്കര വിലക്കുറവാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കൊന്നും അറിയത്തില്ല. എനിക്കൊരു സൈഡിൽ നിന്ന് പോലും എങ്ങനെ വെട്ടണമെന്നല്ല എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയത് ഒരിക്കലും മറക്കത്തില്ല. ഞാൻ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു അന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കട്ടെ. ഞാൻ നോക്കുമ്പോൾ ചിക്കൻ കറി ഞാൻ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിറച്ച് ആൾക്കാരാണ്, ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ ലാസ്റ്റ് ചിക്കൻ കറി തുറന്നു നോക്കുമ്പോൾ കുക്കറിൻ്റെ ഏറ്റവും താഴെ ചിക്കൻ കിടക്കുന്നത്, പിന്നെ ഒരു ലോഡ് വെള്ളമാണ്, ചാറായിട്ടിങ്ങനെ മൊത്തം വെള്ളം. ഞാൻ ഏതെങ്കിലും ഒരു പ്ലേറ്റിലിട്ട് ഒഴിച്ച് ആ പ്ലേറ്റും കഴിഞ്ഞ് അത് ഒഴുകി താഴോട്ട് പോകും, ഇത്രയ്ക്ക് വെള്ളം. എൻ്റെ ദൈവമേ, എനിക്കത് നമ്മളെന്താ പറയുക, എനിക്കൊന്നും, ഞാൻ വിചാരിച്ച അരുൺ മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് ഉണ്ടാക്കുമല്ലേ. അരുൺ ആ സന്തോഷത്തിൽ എല്ലാവരും പറഞ്ഞിട്ട് എൻ്റെ ഭാര്യ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്, വാ നോക്കുമ്പോൾ ഉണ്ട് ലാസ്റ്റ് വേറെ എന്തൊക്കെയോ കറി ഉണ്ടാക്കി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത്. പണ്ടത്തെ കഥകൾ പറഞ്ഞ് ഇപ്പോഴത്തെ കാര്യം പറയാൻ മറന്നുപോയി. ഞാനിവിടെ മീൻ വറുക്കാനുള്ള അരപ്പ് അരയ്ക്കുവാണ്. അതിൽ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, കുറച്ച് കുരുമുളക്, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് മിക്സിയിലിട്ട് നല്ലതായിട്ട് അരച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടുക. അതിൻ്റെ പേസ്റ്റാട്ടോ തേക്കുന്നത്. ഞാൻ ഈ മസാല എല്ലാം പറ്റിക്കഴിഞ്ഞതിന് ശേഷമേ ഞാൻ കുറച്ച് ഓയിൽ ഇതിൻ്റെ പുറത്ത് തേക്കും കേട്ടോ. കാരണം നമ്മൾ വറുക്കുമ്പോൾ അപ്പോൾ ഒരുപാട് മസാല ഈ മീനിൽ നിന്ന് വിട്ടു പോകത്തില്ല. ഞാൻ പറഞ്ഞല്ലോ മീൻ തലേ ദിവസം കിട്ടിയെന്ന്, അപ്പോൾ പിറ്റേ ദിവസം വറുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ മീനെല്ലാം അരച്ച് പറ്റിയിട്ട് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുവാണെങ്കിൽ മീൻകറി മാത്രം ഞാൻ അന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മീൻകറി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഓൾറെഡി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാമേ. ഞാൻ ഓൾറെഡി അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് ഉലുവയും പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഉലുവ പൊട്ടിക്കുവാണോ എന്തായാലും ഉലുവയും ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള, ഇഞ്ചി, പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസ് ഇല്ലേ, അതിൻ്റെ കൂടെ ഞാൻ തക്കാളിയും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ മറന്നുപോയി അപ്പം പറയാൻ വേണ്ടിയിട്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള കറിക്ക് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് അടിപൊളിയായിരിക്കും. അത് അവിടെ ഇരുന്ന് വഴണ്ട് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. അപ്പം നോക്കുമ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഏകദേശം തീർന്നിരിക്കുവാണ്. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മല്ലിപ്പൊടിയും മുളക് പൊടി ഞാൻ പൊട്ടിച്ചിടുക കേട്ടോ കുപ്പികളിലോട്ട്. ആ കണ്ണിലിരിക്കുന്ന സാധനം ഡോക്ടർ സ്ഥിരമായിട്ട് വെക്കാൻ പറഞ്ഞ് എഴുതി തന്നതാട്ടോ. ഞാൻ എന്നിട്ടിപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ ഇടുമ്പോഴും അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സ്ഥിരമായിട്ട് തലവേദന ഉണ്ട്. ശരിക്കും ഉപയോഗിക്കേണ്ടത്. എനിക്ക് കണ്ണട വെച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഒഴിവാക്കണം. ഇനി അത് ശീലമാക്കണം. ഞാൻ മീൻകറിക്ക് വേണ്ടി 3 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുവാണേ. സവാളയും തക്കാളിയും എല്ലാം നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കണം. അതിനോട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതായിട്ട് എണ്ണ തെളിയുന്ന വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണേ. അപ്പം നമ്മൾ ഇനി എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ പിഴിഞ്ഞു വെച്ച പാലുണ്ടല്ലോ, 1-ാം പാല് 2-ാം പാലെന്നൊന്നുമില്ല, ഒറ്റ പാലാണ്. ആ പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുടംപുളി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. മീൻകറിയില്ലേ ഉപ്പിടാൻ മറക്കല്ലേ. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് മീനും പറക്കി അതിലോട്ട് ഇട്ടതിന് ശേഷം അടച്ചു വെച്ച്
ചെറു തീയിലാക്കിയിട്ട് ഇത് അടുപ്പത്തിരുന്ന് അങ്ങ് തിളച്ച് നല്ല വറ്റി കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഈ കാണുന്ന മഞ്ഞ കളറല്ല കേട്ടോ നമ്മുടെ ശരിക്കുള്ള മീൻകറിയുടെ കളറ്. ഇതൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നല്ല ചുമന്ന കളറിലിരിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ തേങ്ങാപ്പാലിൽ ഒഴിച്ച മീൻകറി ആട്ടോ ഇഷ്ടം. പക്ഷേ ഈ തേങ്ങാപ്പാലൊക്കെ നമ്മൾ തന്നെ പിഴിയണ്ടേന്ന് ആലോചിച്ച് ഞാൻ മിക്കപ്പോഴും വെക്കാണ്ടിരിക്കുന്നതാണേ. അപ്പോൾ തലേ ദിവസത്തെ എപ്പിസോഡ് തീർന്നു. അപ്പോൾ പുതിയ എപ്പിസോഡുമായിട്ട് വന്നേക്കുവാണ്. ഇന്ന് രാവിലത്തെ കുക്കിംഗ് ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഇവിടെ കഴിക്കാനൊന്നുമില്ല. ഹസ്ബൻഡിന് ഇന്ന് ഫെബ്രുവരി 14 അല്ലേ അവരുടെ ഓഫീസിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഈ നാട്ടിൽ അങ്ങനെ ആഘോഷിക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കും ഒന്നും കഴിക്കാനില്ല. ഞാൻ വിചാരിച്ചു റാഗി കുറുക്കി ഒരു ഷേക്ക് പോലെ ആക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് മാനസികമായിട്ട് ഒട്ടും ഇഷ്ടമല്ലാത്ത സംഭവമാണ്. പിന്നെ വണ്ണമൊക്കെ കൂടുന്നത് കൊണ്ട് കഴിച്ചല്ലേ പറ്റൂ. എൻ്റെ കാഴ്ചപ്പാടിലാണ് എനിക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും വെയിറ്റ് കൂട്ടുന്ന കേട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളെല്ലാം വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നത്. എനിക്ക് റാഗി ഇഷ്ടമല്ല, എനിക്ക് മുട്ട ഇഷ്ടമല്ല. മുട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും മുട്ട ഇഷ്ടമാണ്. എനിക്ക് മുട്ട ഇഷ്ടമല്ല. പക്ഷേ ഞാൻ ഡെയിലി 2 മുട്ട കഴിക്കും കേട്ടോ. ഞാൻ ആലോചിക്കുന്നത് എന്ത് തലവിധിയാണ് എനിക്കിന്ന്. എനിക്ക് വെള്ളം കുടിച്ചാൽ പോലും വണ്ണം വെക്കും കേട്ടോ. നിങ്ങൾ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ ഒന്ന് നോക്കിയേ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാണ്ട് പോയി കുടിക്കാൻ പോവാണ്. അപ്പോൾ ചിയേഴ്സ്, ഞാൻ പോയി കുടിച്ചിട്ട് വരട്ടെ. അടുത്ത റെസിപ്പി എന്ന് പറഞ്ഞാൽ കപ്പങ്ങ എരിശ്ശേരി. ഞങ്ങളുടെ നാട്ടിൽ കപ്പങ്ങ എന്നാട്ടോ പറയണത്. പപ്പായയുടെ എരിശ്ശേരിയാണ്. അപ്പോൾ ചെനച്ചൊരു പപ്പായ ഒരുപാട് നാളായിട്ട് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതും ചെറുപയറും കൂടി കൂട്ടിയിട്ട് ഒരു എരിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ വെച്ച മീൻകറി ഒന്നൊന്ന് ചുറ്റിച്ച് നോക്കുവാണ്. നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ പയറൊന്ന് നല്ലതായിട്ട് കഴുകിയിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെക്കുവാണേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ഈ പപ്പായ കുരുകുരാന്നൊന്ന് അരിഞ്ഞെടുക്കാം. വായിന്ന് ആ ഷേക്കിൻ്റെ ടേസ്റ്റ് മാറാൻ വേണ്ടി ഞാനൊരു പഴം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കത് ഞാൻ കഴിക്കാൻ പോണേ. പക്ഷെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഈ റാഗി എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ശരീരത്തിന് വളരെ ഗുണമുള്ളത് കേട്ടോ. എനിക്ക് അനുഭവം ഉണ്ട്. കാരണം ഞാൻ വെയിറ്റ് ലോസ് ചെയ്ത സമയത്ത് എനിക്കിപ്പോൾ കുറച്ച് വെയിറ്റ് കൂടിയതാട്ടോ. അപ്പോൾ ചെയ്ത സമയത്ത് എനിക്ക് പ്രീ ഡയബറ്റിക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് 62 കിലോ ആയിട്ട് കുറച്ച് ഞാൻ നാട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഷുഗർ ലെവൽ എല്ലാം കുറഞ്ഞായിരുന്നേ. റാഗിയും കോഡോ മില്ലറ്റ്, കുതിരവാലി, അങ്ങനെയുള്ള ഒരുപാട് മില്ലറ്റ് ഞാൻ കഴിക്കുമായിരുന്നു. വളരെ ഗുണമുള്ള കാര്യങ്ങളാട്ടോ ഇതെല്ലാം. ഇതിനിടയ്ക്ക് ഞാൻ ചോറ് വെക്കാൻ മറന്നു. ഞാൻ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുപയറിൻ്റെ കൂടെ പപ്പായം കൂടി ഇട്ടിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി അതിനുള്ള അരപ്പാണ് തേങ്ങ, വെളുത്തുള്ളി, ഒരു കുഞ്ഞുള്ളി, ജീരകം, പച്ചമുളക്, ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാൻ എപ്പോഴും എന്തിനാ ഈ മഞ്ഞപ്പൊടി പറയാൻ മറക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ. അപ്പം നമുക്ക് മീൻ വറുക്കാൻ വെക്കാം. മീൻ അവിടെ ഇരുന്ന് ഒരു സൈഡ് മുരിയട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ പപ്പായയും ചെറുപയറും എല്ലാം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ എരിശ്ശേരി ആയിട്ടുണ്ട്. നമുക്ക് ഇനി താളിച്ചാൽ മാത്രം മതി. നമ്മുടെ എരിശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി എന്നൊക്കെ പറയുമ്പോൾ ഒരു മധുരം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചെനച്ച പപ്പായ ആയതുകൊണ്ട് നമുക്ക് ഒരു മധുരം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. പക്ഷെ പച്ച പപ്പായ വെച്ചിട്ട് നിങ്ങൾ എരിശ്ശേരി ഉണ്ടെങ്കിൽ ഒരു ശകലം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അലക്കി ഈ പെണ്ണ് എന്ത് എല്ലാത്തിലും പഞ്ചസാര ഇടാൻ പറയുന്നത്. പക്ഷെ എരിശ്ശേരിക്കൊരു മധുരം ഇല്ലേ, അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മീൻ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിടാമേ. എന്നിട്ട് മറ്റേ സൈഡ് കൊണ്ട് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ വറുത്തതും റെഡി. അപ്പോൾ ഞാൻ പോയി എരിശ്ശേരിക്കൊന്ന് താളിച്ചിട്ട് വരട്ടെ. അപ്പം നമ്മുടെ ഉച്ചയോണ്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള കുത്തരിച്ചോറുണ്ട്, തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറി ഉണ്ട്, എരിശ്ശേരി ഉണ്ട്, നല്ല മുറുമുറാന്നുള്ള മീൻ വറുത്തതുണ്ട്. പിന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടേ? നമുക്ക് ചോറ് കഴിച്ചാലോ? കുറച്ച് മീൻകറി എടുക്കട്ടെ. എന്തായാലും ഞാൻ വയറ് നിറച്ച് കഴിക്കാൻ പോവാണ്. ഉച്ചയ്ക്ക് ഡയറ്റ് ഒന്നും നോക്കുന്നില്ല, നല്ലതായിട്ട് കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റ, ബൈ.